ചുട്ടുപൊള്ളുന്ന വേനലിൽ ചൂടിലും സജീവമായി പത്തനംതിട്ടയിലെ അടവി ഇക്കോ ടൂറിസം കേന്ദ്രം. കത്തുന്ന വെയിലിൽ നിന്നും രക്ഷ തേടി വനത്തിന്റെ കുളിർമയിലേക്ക് കല്ലാറിലെ തെളിനീരിലേക്കും എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. കടുത്ത ചൂട് കുട്ടവഞ്ചി സവാരിയെ ബാധിക്കാത്ത തരത്തിൽ ജീവനക്കാരും ഒപ്പമുണ്ട്. കടുത്ത ചൂടും വരൾച്ചയും പത്തനംതിട്ട ജില്ലയെ വരിഞ്ഞു മുറുക്കുകയാണ്. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയെല്ലാം ഇത് പ്രതികൂലമായി ബാധിച്ചു. എന്നാൽ കോന്നി അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ സ്ഥിതി അതല്ല. സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. കാടിന്റെ വശ്യതയും തണുപ്പും സഞ്ചാരികളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ കുളിർപ്പിക്കുന്നു. അടിപൊളിയായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മൾ വരുന്ന വഴിക്കെല്ലാം കാടുകളൊക്കെ കണ്ടപ്പം കുറച്ച് ഡ്രൈ ഏരിയ ആയിരുന്നു. അന്നപ്പം നമുക്കത് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എങ്ങനെയായിരിക്കും, ഒരു ശോകാവസ്ഥയായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ എന്നാലും ഇവിടെ വന്ന് ആ ഒരു കൊട്ടവഞ്ചി കയറിയപ്പം നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ട്, ഒരു ഫ്രീ ആയിട്ട്, ലെഷറായിട്ട് വരാൻ പറ്റിയൊരു നല്ലൊരു എൻവയോൺമെന്റ് ആണ്. ഭാഗത്ത് വെള്ളം ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തേയില്ല. ഇനി അകത്തോട്ട് കയറുമ്പോൾ മൊത്തത്തിൽ ഒരു തണുപ്പും നല്ലൊരു പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. വേനൽക്കാലം കുട്ടവഞ്ചി സവാരി ബാധിക്കുമെന്ന് കരുതിയെങ്കിലും സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. ഒഴുക്ക് കുറഞ്ഞെങ്കിലും താൽക്കാലിക തടയണ കെട്ടി വെള്ളം നിർത്തിയിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ ആൾ വരുന്നുണ്ട്. പിന്നെ വരുന്നവർക്കെല്ലാം നല്ല ഇഷ്ടമാണ് ഇത് കാണാനും. ലോങ് പോകാൻ ഇപ്പോൾ വെള്ളമില്ലല്ലോ. ഇനിയിപ്പം മഴ സീസൺ ആയാലേ ലോങ് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം അരമണിക്കൂർ നേരമുള്ള യാത്ര മാത്രമേ. അത് വണ്ടിട്ടതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. നമുക്ക് അരമണിക്കൂറിൽ കൂടുതൽ പോകാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ നമുക്ക് അരമണിക്കൂറാണ് ഇപ്പോഴത്തെ റൈഡ്. വേനൽ മടുപ്പിക്കുന്നുണ്ടെങ്കിലും അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം കൂടുതൽ സഞ്ചാരികളെ കാത്തിരിക്കുകയാണ്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.